മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കടനും മഹാലക്ഷ്മിയും ദിവസങ്ങളായിട്ട് കാത്തിരുന്ന ദിവസമായിരുന്നു അവരുടേത്. അതായത് ആദ്യ രാത്രി അത് ഭംഗിയായി തന്നെ കഴിയണം. എന്തായാലും ഈ സമയം ലേഖയും അനന്തവും കടനും മഹാലക്ഷ്മിയൊക്കെ തന്നെ വളരെ സന്തോഷത്തിൽ പറയുന്നുണ്ട്. ഇനി വരാനിരിക്കുന്നത് ഒരു കുഞ്ഞാണ്, ആ കുഞ്ഞ് ഞങ്ങളുടേതും കൂടിയാണെന്ന് ലേഖയും അനന്തവും ഒക്കെ പറയുമ്പോൾ കടനും മഹിക്കും ഒത്തിരി സന്തോഷമാവുകയാണ്. അങ്ങനെ മഹിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തനിക്ക് അമ്മയാവണം എന്നുള്ള ഒരാഗ്രഹം കണ്ണനോട് പറയുന്നുണ്ടെങ്കിൽ കണ്ണൻ പറയുകയാണ് പെട്ടെന്ന് തന്നെ വേണോ, കുറച്ചു കാലം എൻജോയ് ചെയ്തിട്ടൊക്കെ പോരെന്ന് ചോദിക്കുകയാണ്. എന്തായാലും തോമസ് വൈദ്യൻ തന്ന ആ മരുന്ന് കഴിച്ച് തനിക്ക് അമ്മയാവണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് മഹി. ഈ സമയം ശത്രുക്കളാവട്ടെ ഏതെങ്കിലും വിധേനെ ഇവരൊന്ന് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിയുമായിട്ട് ദുർഗ സംസാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ മഹാലക്ഷ്മിയും കണ്ണനും വീണ്ടും വീണ്ടും ഈ ഒരു യാത്രകൾ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കും. കരുടമോളെ ആശ്വസിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയില്ല എന്നൊക്കെ ദുർഗ പറയുമ്പോൾ എന്ത് ചെയ്യാനാണ്, അയാളുടെ അടിമയായി പോയില്ലേ. സത്യത്തിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടെന്നൊക്കെ ഉണ്ണിയാണെങ്കിൽ പറയുന്നു. ഇനിയിപ്പോൾ ആകെയുള്ളൊരു കച്ചിത്തുരുമ്പെന്ന് പറയുന്നത് മഞ്ജുവാണ്. അവളെ സോപ്പിട്ട് കൂടെ നിർത്തണം, അവൾ വഴിയെ ഇനി കണ്ണനിലേക്ക് അടുക്കാനായിട്ട് കഴിയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അവളിപ്പോൾ കണ്ണേട്ടൻ്റെ ആരാധകയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഉണ്ണി. സാരല്ലടാ, എന്തായാലും നമുക്ക് അവളെ സോപ്പിട്ട് നിർത്തിയില്ലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഈ പറയുന്നത് പോലെ മഹാലക്ഷ്മിയാണ് കുഞ്ഞിനെ കളഞ്ഞെന്നുള്ളൊരു വിശ്വാസം അവളിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മഹാലക്ഷ്മിയെ അവൾ ശത്രുവായിട്ട് കാണുമെന്നൊക്കെ പറയുകയാണ്. അവളെ കാണാനായിട്ട് പോകണമെന്നൊക്കെ ദുർഗയാണെങ്കിൽ പറയുന്നു. ഈ സമയം കണ്ണനും മഹിയും ലേഖയും അനന്തവും പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ മൂന്നാറിലെ പല സ്ഥലങ്ങളിലേക്കും പോകുന്ന സമയത്താണ് പഴയ ഒരു ഫ്രണ്ട്സിൻ്റെ ഗ്യാങ് വിളിക്കുന്നത്. കണ്ണൻ്റെ മാറ്റത്തെക്കുറിച്ച് അവരെല്ലാവരും തന്നെ അറിയുന്നുണ്ട്. എന്തായാലും കണ്ണൻ്റെ വീഡിയോസൊക്കെ തന്നെ അനന്തവും ലേഖയും അവർക്ക് അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെ വീഡിയോ കോളിൽ വരികയാണ് ഒരു സുഹൃത്തുക്കൾ. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് ഞങ്ങളൊരു വലിയ ട്രീറ്റ് തന്നെ തരുന്നുണ്ട്, നീയും നിൻ്റെ ഭാര്യയും ഞങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് വരേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ എവിടേക്ക് വേണമെങ്കിലും വരാം, ഞാനും അനന്തു ലേഖയും മഹിയും എല്ലാവരും റെഡിയാണ്, പക്ഷേ ഈ വീഡിയോസും ഫോട്ടോസും ഒന്നും ലീക്ക് ചെയ്തേക്കരുതെന്ന് ഇങ്ങനെ പറയുകയാണ്. ഒരിക്കലുമില്ല, നിൻ്റെ ശത്രുക്കളെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധമുണ്ടെന്നിങ്ങനെ ആ ഒരു സുഹൃത്തുക്കൾ പറയുന്നു. എന്തായാലും അവർക്കും ഒത്തിരി സന്തോഷമാണ്. കാരണം കണ്ണനെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു ഉറ്റ സുഹൃത്താണല്ലോ. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മി ലേഖയും അനന്തവും ചേർന്ന് അവിടെ വീണ്ടും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് മേഘനാഥനാവട്ടെ കുടിച്ച് ഫിറ്റായിട്ട് രാവിലെ എഴുന്നേൽക്കുന്നൊക്കെ ഉണ്ട്. അവനാണെങ്കിൽ അവിടെയുള്ള ജീവനക്കാരോടൊക്കെ തന്നെ മദ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഭ്രാന്ത് പിടിക്കുന്നത് പോലെയൊക്കെ തന്നെ പെരുമാറുന്നുണ്ട്. അവർക്കാണെങ്കിൽ ആകെ വെറുത്ത് പോവുകയാണ്. എന്തായാലും മേഘൻ അറിയത്തില്ല തൻ്റെ അടുത്ത് ഇരിക്കുന്നത് തൻ്റെ ശത്രുക്കളായിട്ടുള്ള കണ്ണനും മഹിയുമാണെന്നുള്ള സത്യം. അങ്ങനെ അവനും പുറത്തേക്കൊക്കെ ഇറങ്ങുന്നുണ്ട്. ഈ സമയം നമ്മുടെ ദുർഗയാവട്ടെ മഞ്ജുവിനോട് പുതിയൊരു സൗഹൃദം ഉണ്ടാക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് ആക്ടിങ്ങിലൂടെ. അങ്ങനെ അവളെ കാണാനായിട്ട് സാഗറിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. കാറ് വരുന്നത് കാണുമ്പോൾ തന്നെ സാഗറിൻ്റെ കാര്യം മനസ്സിലാവുകയാണ് വരുന്നത് ദുർഗയാണെന്ന്. അങ്ങനെ ദുർഗ കരുതുന്നത് സാഗർ തൻ്റെ മുന്നിൽ തൊഴുതു നിൽക്കുമെന്നാണ്. പക്ഷേ സാഗർ പറയുന്നുണ്ട്, അതെ നിൽക്ക്, എവിടേക്കായി കയറി വരുന്നത്, അത് ഞാൻ എൻ്റെ മോളെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് ആരെയും കാണാൻ നിൽക്കണ്ട, അതെന്താടാ എൻ്റെ മോളെ കാണണമെങ്കിൽ നിൻ്റെ അനുവാദം എനിക്ക് വേണമെന്ന് ചോദിക്കുകയാണ്. ആ വേണം, നിങ്ങളെ എൻ്റെ കുഞ്ഞിനെ കൊന്നവളാണ്, മഞ്ജുവിൻ്റെ വയറ്റിൽ എൻ്റെ കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞ സമയം മുതൽ നിങ്ങൾക്ക് അവളോടും എന്നോടൊക്കെ തന്നെ ഒരുപാട് ദേഷ്യമുണ്ടെന്നറിയാം. ഇപ്പോഴും മേഘനാഥൻ്റെ ഭാര്യയാക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നും അറിയാം. അതുകൊണ്ട് ഈ വീട്ടിലേക്ക് ആ ആഗ്രഹവും മനസ്സിൽ പേറിക്കൂടി കയറണ്ട എന്നൊക്കെ സാഗർ പറയുകയാണ്. അതിന് മഞ്ജുവിൻ്റെ കുഞ്ഞിനെ കൊന്നത് ഞാനല്ലല്ലോ, ആ മഹാലക്ഷ്മിയല്ലേ, ആര് പറഞ്ഞു, അവരൊരിക്കലും അങ്ങനെ ചെയ്യില്ല. മഹാലക്ഷ്മി മാഡം അവർ നന്മയുള്ള കൂട്ടത്തിലാണ്, നിങ്ങളെപ്പോലെ തിന്മ മാത്രം ചിന്തിക്കുന്നതല്ല. ഒരു കുഞ്ഞിനെ കൊല്ലാൻ മാത്രം നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? എന്തായാലും മഞ്ജുവിനെ അവിടെ വന്നതിന് ശേഷമാണ് കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്, അവൾ അനുഭവിച്ച വേദന എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാനൊന്നും ചെയ്തിട്ടില്ല, അതെൻ്റെ മോൾക്കറിയാം, പിന്നെ നിൻ്റെ അനുവാദമൊന്നും വേണ്ടടാ, എനിക്ക് എൻ്റെ മോളെ കാണരുതെന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ ഇടിച്ച് കയറാനായിട്ട് നിൽക്കുമ്പോൾ മഞ്ജു ആണെങ്കിൽ അവിടേക്ക് വരികയാണ്. നിൽക്ക്, സാഗരേട്ടൻ പറഞ്ഞത് നിങ്ങൾ അനുസരിച്ചാൽ മതി, സാഗരേട്ടൻ അനുവാദം വേണം എന്നെ കാണണമെങ്കിൽ, കാരണം ഞാനിപ്പോൾ അയാളുടെ ഭാര്യയാണെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ പൊട്ടിത്തെറിക്കുന്നു. ഈ സമയം ദുർഗയാണെങ്കിൽ ആകെ താണം കിടുകയാണ്. മോളെ, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, മിണ്ടിപ്പോവരുത്, നിങ്ങൾ കാരണം കൊണ്ടാണ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്, ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട അമ്മ അവിടെ ഇല്ലേ, അവരുടെ വേദന നിങ്ങൾ കണ്ടതല്ലേ, പക്ഷേ നിങ്ങൾക്കൊന്നും ഒരിക്കലും അത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയില്ല. പിന്നെ എൻ്റെ കുഞ്ഞിനെ കൊന്നതിന് ശേഷം ഇടത്തിയുടെ തലയിൽ കുറ്റം ചുമത്തി രക്ഷപ്പെടാമെന്ന് കരുതിയോ? അവിടെ വന്ന് ആ ചായ കുടിച്ചതിന് ശേഷമാണ് എനിക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവാൻ തുടങ്ങിയത്.
സാഗറേട്ടനെ നിങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പം നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ തന്നെ അഭിനയമാണ്. പക്ഷേ നിങ്ങളുടെ മനസ്സിലൊരാഗ്രഹമുണ്ട്, മേഘൻ്റെ ഭാര്യയായിട്ട് ഞാൻ വീണ്ടും വരണമെന്ന്. ഒരിക്കലും അത് നടക്കില്ല. ഞാൻ മരിച്ചാലും ഇനി അയാൾക്കൊപ്പമുള്ളൊരു ജീവിതം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദുർഗയുടെ ആ ഒരു പ്രതീക്ഷ കൂടി മഞ്ജു ആണെങ്കിൽ തകർത്തെറിയണം. പിന്നെ നിങ്ങളൊക്കെ ഏത് രീതിക്ക് ചിന്തിക്കുന്നവരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഒരുപാട് കാലം നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നതാണല്ലോ. ഇനിയെങ്കിലും ആ കണ്ണേട്ടനെയും ഏടത്തെയും വെറുതെ വിട്ട് അവരെ ജീവിക്കാനായിട്ട് അനുവദിക്കുക. നിങ്ങൾക്ക് അവരെ ശത്രുക്കളായിട്ട് കാണുന്ന സമയം വരെ നാശം മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ അവരെ വേണ്ടുവോളം ആട്ടുന്നുണ്ട്. ഈ സമയം ദുർഗയാണെങ്കിൽ വരണ്ടായിരുന്നു എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ദുർഗ അവിടെ നിന്നും നാണം കെട്ട് പോകുന്നുണ്ട്. സ്വന്തം മകള് ആട്ടിപ്പായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാത്തിരിക്കാൻ കിടിലൻ എപ്പിസോഡ്സിനായിട്ട് ബൈ ബൈ.